കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഇന്നു മുതൽ ആശീർവദിക്കപ്പെട്ടതായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയും ഈ കവാടത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവരെ ആരോഗ്യമായി നിർത്തുകയും ചെയ്യണമേ. പരിശുദ്ധ ദേവാലയത്തിലെത്തി വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് കൃപകളിൽ നിറയാനുമൊക്കെ അവിടുന്ന് അവർക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയുടെ സമാധാനവും ശാന്തിയും പ്രാപിക്കുവാൻ ദൈവവചന ശ്രവണം വഴി ജീവിതം ക്രമപ്പെടുത്തി ദൈവമക്കളായി പ്രവേശിക്കുവാൻ ഇവിടെയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ ജീവന്റെ മരണത്തിന്റെ നാഥനായ ദൈവമേ, അങ്ങയുടെ ദീർഘദാനുസാരം ജീവിതം നയിക്കുവാനും അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ നിത്യസമാനത്തിന് അടയുവാനും ഒക്കെ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രാപ്തരാക്കണമേ. മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ പാകത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സുവിധേനയുടെ ഈ വിശുദ്ധ കവാടത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ നിത്യജീവന്റെ ഒരു പ്രതീക്ഷ നൽകുന്ന ചിന്തകളും ധ്യാനവും നൽകുന്ന കവാടമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ ഹൃദയവും ശരീരവും ഇങ്ങനെയുള്ള ദൈവത്തെയും പുകഴ്ത്തുന്നു. പ്രതാപവാനായ കർത്താവേ, അങ്ങേ വിരുവിയുടെ ദിനത്തിൽ അവൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. ദൈവമേ, അങ്ങനെ ശരണപ്പെടുന്നവർ ഭാഗ്യവാന്മാരാകുന്നു.
ഞങ്ങളെ സഹായിക്കുന്നു. എല്ലായിടത്തും ഞാൻ നിങ്ങളെ അനുസരിച്ച് ഞങ്ങളുടെ പദ്ധതിക്കാരനെതിരായ വിശുദ്ധ സ്ഥലത്തെയുമായ പ്രവർത്തിക്കുകയും ചെയ്യണമേ. നിങ്ങളുടെ പിതാവിന്റെ ആവശ്യത്തെ നിങ്ങളുടെ മതത്തിൽ അടയാളമായ വിശുദ്ധ സീവ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അമ്മയായ വിശുദ്ധ മാറ്റി സഹായിക്കാൻ അങ്ങയുടെ ദാസരായ ഞങ്ങളുടെ സാധിക്കണമേ. ഞങ്ങൾ ഈ കൃഷിയും ബഹുമാനം ആരാധനയെ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉയർത്തപ്പെടുവാൻ സ്വയം തിരുമനസ്സാവുകയും തന്റെ വെറുമതിയാത്ത എതിർപ്പത്താൽ പോഷത്വത്തിന്റെ വിടർച്ചയുടെ അടയാളമായ സ്ത്രീവായെ പവിത്രീകരിക്കുകയും ചെയ്ത ഞങ്ങളുടെ ആവശ്യമില്ലായി മനുഷ്യവംശത്തെ ഉടൻ ദുഷ്ടാരൂപിയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. വിശുദ്ധ സ്ത്രീവായെ ആരാധിക്കുന്ന ഞങ്ങളെ കൃപയോടെ കടാക്ഷിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. ഈ സ്ത്രീവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവന്റെ ദാനങ്ങൾ അതിനെ പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ആവശ്യമില്ലായുടെ നാമത്തിൽ ഇത് വേർതിരിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് സ്ഥാപിതമായ സ്ഥലത്ത് നിന്ന് ശക്തി പ്രകടമായി നിലനിൽക്കുകയും ഇവിടെ അഭയം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മണ്ണിൽ നിന്നും ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്റെ ജീവിതം നിന്നെ മുമ്പിൽ എത്ര നിസ്സാരവുമാകിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുവാമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ചെയ്യുന്നവനെ സർവേശ്വര, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധ വിശ്രമങ്ങളുടെ ഈ സമയത്തേയും ഈ ചാപ്പലും അനുഗ്രഹീതമാകുന്നു. വിശുദ്ധ മാമോദീസായ മുദ്രിതവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ കൂദാശകളാൽ സംരക്ഷിതവുമായ മറ്റു ശരീരങ്ങൾക്ക് നിന്റെ ദൈവപുത്രൻ രണ്ടാമത്തെ ആഗമനം ഒരു വിശ്രമം നൽകേണ്ട ഈ സമയത്തേയെ വിശുദ്ധീകരിക്കണമേ. നിന്റെ പരിശുദ്ധ റുഹായെ അയച്ച് ഈ കപ്പയുടെയും സെമിത്തേരിയെയും വേർതിരിക്കുകയും ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. സ്വർഗീയ ശക്തിയാൽ ഈ വിശുദ്ധ സ്ഥലത്തെ നിറയ്ക്കുകയും ഇവിടെ സന്ദർശനത്തിനും പ്രാർത്ഥനയ്ക്കുമായി അണയുന്ന വിശ്വാസികൾ ആ ശക്തിയാൽ സ്പർശിക്കപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നീ എല്ലാറ്റിനെയും അനുഗ്രഹിക്കുന്നവരും വിശുദ്ധീകരിക്കുന്നവരുമാകുന്നു. നിനക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുഗ്രഹിക്കണമേ. ഞങ്ങളെ രക്ഷിക്കുന്നതിനായി ശ്രീവായി ഉയർത്തപ്പെടുവാൻ സ്വയം തിരുമനസ്സാവുകയും
തന്റെ വിലമതിയാത്ത ദൈവകൃത്തായ പോഷത്വത്തിന്റെയും ഇടർച്ചയുടെയും അടയാളമായ സേവായി പ്രവർത്തിക്കുകയും നിന്റെ തിരുവുത്ഥാനങ്ങളുടെ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമായി അതിനെ സ്ഥാപിക്കുകയും ചെയ്യുന്ന വിശുദ്ധായെ ഈ അടയാളത്താൽ ദുഷ്ടാരൂപിയുടെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സേവായെ ആരാധിക്കുന്ന ഞങ്ങളെ കൃപയോടെ കടാക്ഷിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശുദ്ധായെ നീ എല്ലാറ്റിനെയും ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നവനാകുന്നു. നിനക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരാ. ഇസഹാക്ക് യാക്കോബ് മഹിദാശേർദൻ പോലെ കൈക്കൊള്ളൊരു സന്നിധിയിൽ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണമടി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ പ്രിയദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമുള്ളവരെ നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ യാഗജനാകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ വിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാക്കളെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആദ്യമേ ഈ സെമിത്തേരി ചാപ്പലിന്റെ ആർക്കിടെക്റ്റായ ജോൺ ജെ കുർജേവി സാറിനെയാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ചില പ്രത്യേക കാരണങ്ങളാൽ. അടുത്തതായി സജു കെ ജോർജ് കുത്തിവളച്ചൽ കൺസ്ട്രക്ഷൻസ് കാഞ്ഞിരപ്പള്ളി സെമിത്തേരി ചാപ്പലിലെ വർക്കിന്റെ കോൺട്രാക്ടറായിരുന്നു. സജുവിനെ ആളുകൾ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒന്ന് കൈകൊട്ടി അഭിനന്ദനങ്ങൾ അറിയിക്കാം. വൃത്തിയാക്കുകയും അത് ഭംഗിയായി സൂക്ഷിക്കുകയും പാരിഷോളും മറ്റും വളരെ ഭംഗിയായി സൂക്ഷിച്ച ഒരാൾ നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ശ്രീധരൻ ചേട്ടൻ കുടുംബത്തിലെ എല്ലാവരും സ്നേഹത്തോടെ ഒഴിയും ചേട്ടൻ വിളിക്കും. ചേട്ടനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചേട്ടന് ഒരു മെമന്റോ ഇടവകയുടെ ആദരമായി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ
പിതാവെ അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് കൈകൊട്ടി അദ്ദേഹത്തെ ആദരിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഇടവക്കാരെയും ഒരേപോലെ കാണുകയും എല്ലാവരോടും പുജിച്ച് എല്ലാവരോടും വ്യത്യാസമില്ലാതെ സംസാരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന, പെരുമാറ്റം ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ വികാരിസിനെ നമ്മൾ ഒന്ന് അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ നന്ദി പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വികാരിസിന് ഒരു ഷോള് പുതപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട പിതാവിനോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ആത്മീയ വളർച്ചയും നമുക്കിവിടെ നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് കപ്പീഷൻ ധ്യാനം കഴിഞ്ഞ ഒരാഴ്ച നടന്നത്. അതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ രാവിലെ കൊണ്ടുപ്രേരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു വരുന്ന നമ്മുടെ വികാരിച്ചൻ കുട്ടികളുടെ ഫോർമേഷന് വേണ്ടി വാർഷികമായി നടത്തുന്ന നമ്മുടെ പരിപാടികൾ കലാസന്ധ്യ നിർബന്ധിത പിരിവില്ലാതെ ആരെയും നിർബന്ധിക്കാതെ എല്ലാ കടകളിലും പൈസ കളക്ട് ചെയ്ത് ഇവിടെ ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ അച്ഛൻ്റെ കഴിവുണ്ട്. ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് 8 ലക്ഷം രൂപ നമ്മൾ ആദ്യം വാങ്ങിച്ച താഴത്തെ തോട് കെട്ടിയപ്പോഴാണ് അച്ഛൻ്റെ കഴിവ് നമ്മൾ കണ്ടത്. കോട്ടയം ജില്ലയിൽ ഒരു പ്രോജക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഇവിടെ കിട്ടി. അച്ഛൻ്റെ കഴിവാണ്. പിന്നെ പൈസ അനാവശ്യമായി അച്ഛൻ ചെലവഴിക്കാറില്ല. അതുപോലെ തന്നെ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരുന്ന 40 ലക്ഷം രൂപ കടം അച്ഛൻ വീട്ടി. പിന്നെ നമ്മുടെ പരിസരം വികസിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഷോപ്പിംഗ് മാള് അച്ഛൻ്റെ പ്ലാനിൽ ഒരു സ്വപ്നവൃത്തിയായി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ